സാധാരണ സ്പീക്കിംഗ് എടുക്കുമ്പം സ്വാഭാവികമായിട്ട് ഇൻഡിവിജ്വൽ ട്യൂട്ടറൊക്കെ കിട്ടുന്നു, ലൈക്ക് അതിൻ്റെ കറക്ഷൻസ് കിട്ടുന്നു. ഓക്കെ, റൈറ്റിങ്ങിനും ഇൻഡിവിജ്വൽ കറക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നോ? അല്ലെങ്കിൽ ആ ഒരു കറക്ഷൻ്റെ രീതി എങ്ങനെയായിരുന്നു? ആ ഒരു റൈറ്റിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഇപ്പം റൈറ്റിങ്ങിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഇവിടുത്തെ ട്യൂട്ടേഴ്സ് എല്ലാവരും ഞാൻ തന്നെ വളരെ വണ്ടർ അടിച്ചിട്ടുണ്ട്. കാരണം ഈ ട്യൂട്ടേഴ്സിന് ഇത്രയും ബോർ അടിക്കില്ല. കാരണം എല്ലാവരുടെയും ഇങ്ങനെ ഓരോ ലൈനും വായിച്ചു കൊടുത്ത് അതിന് നല്ല കീനായിട്ട് ഒബ്സർവ് ചെയ്തിട്ടാണ് ഓരോ എന്തെങ്കിലും കുഞ്ഞു മിസ്റ്റേക്സ് ആണെങ്കിലും അവർ നല്ല രീതിയിൽ അതിനെ മീൻസ് എക്സ്പ്ലെയിൻ ചെയ്തും തരും. നമ്മൾ ഇനി നെക്സ്റ്റ് നമ്മളൊരു ലെറ്റർ എഴുതുമ്പം അതിനെ എങ്ങനെ നമുക്ക് ക്ലാരിഫൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. മീൻസ് അവരെപ്പോഴും റെഡിയാണ്, നമുക്ക് നമ്മുടെ ഡൗട്ട്സ് എപ്പോഴും ക്ലാരിഫൈ ചെയ്യാൻ റെഡിയാണ്. ബട്ട് നമ്മൾ വായിക്കണം, ഓക്കെ ഇങ്ങനെയൊക്കെ ആണല്ലോ, ഇപ്പോൾ ഇവിടെ ആർട്ടിക്കിൾ ഉപയോഗിക്കണം, ഇൻട്രൊഡക്ഷനിൽ നമ്മൾ എങ്ങനെ തുടങ്ങണം, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ. അപ്പോൾ നല്ലൊരു ബേസ് നമുക്ക് ഇവിടെ തന്നെ കിട്ടും. ഇവിടുത്തെ ട്യൂട്ടേഴ്സ് ആണെങ്കിലും നമുക്ക് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു.